അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ വിലപ്പെട്ട രാത്രികൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ്, ആയുസ്സാണ് തീർന്നു പോകുന്നത്. ഇനി അടുത്ത റജബ് ലഭിക്കുമോ? അടുത്ത റജബിൽ നമുക്ക് ഇതേപോലെ തന്നെ കൂടാൻ പറ്റുമോ? ഒന്നും അറിയാത്ത പാവങ്ങളാണ് നമുക്കെയും. അപ്പോൾ ഒരു നിലക്കും നമ്മുടെ ഗ്യാരണ്ടി പറയാൻ, നമ്മുടെ ആയുസ് ഉണ്ടെന്ന് പറയാൻ, നമുക്ക് ആയുസ് ഇട്ട് തരുമെന്ന് പറയാൻ ഒരു അവകാശവുമില്ല. എന്നാൽ ഉള്ള സമയം മുതലെടുത്ത് സമയത്തിന്റെ, മാസത്തിന്റെ, ദിവസങ്ങളുടെ മഹത്വം കണക്കിലെടുത്ത് ഇബാത്തുകളിലായി കൂടാൻ നമുക്കെയും ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് അക്കൂട്ടത്തെ നല്ല ബോധത്തോടുകൂടെ ജീവിച്ച്, ഈമാനോടുകൂടെ ജീവിച്ച്, ഈമാനോടെ മരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ചൊല്ലാനുള്ള അതിമഹത്തായ അല്ലാഹുവിന്റെ ഫത്താഹ് എന്ന ഇസ്മാണ്. അതിന് മുമ്പ് റജബിൽ ചൊല്ലിവരുന്ന ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം മഹാന്മാർ ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട റജബിൽ ഓരോ ദിനവും 70 തവണ വീതം ചൊല്ലാൻ മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലി ദുആ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും കൂടെ ആ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാലുള്ള മഹത്വം ഓരോ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ ശരീരം നരകം സ്പർശിക്കില്ലെന്ന്, നരകം തൊടില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഇത്രയും മഹത്വമുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ കൊണ്ട് ലഭിക്കാവുന്ന ഒരുപാട് അത്ഭുത ഗുണങ്ങളുണ്ട്. എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാവാനും, അതേപോലെ തന്നെ ദുനിയാവിൽ നമുക്ക് ഇസ്സത്തോടെ ജീവിക്കാൻ, ടെൻഷനില്ലാതെ ജീവിക്കാൻ, സാമ്പത്തികമായ ഒരു പ്രയാസം വരാതെ ജീവിക്കാൻ ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലൽ കൊണ്ടത് കാരണമാകുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി,
أستغفر الله وأتوب إليه 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 അല്ലാഹുവേ, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണമല്ലോ. നാം ചൊല്ലിയ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം റഹ്മാനെ. അതുവഴി നമുക്ക് ഇരുലോക വിജയം നീ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇരുലോക വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. അല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാവങ്ങൾ, ചെറുതും വലുതും, രഹസ്യവും പരസ്യവും, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ എല്ലാ പാവങ്ങൾ പൊറുക്കാനുള്ള ഒരു തൗബയായി നമ്മുടെ തൗബയെ നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരും കൂടെ ശനിയാഴ്ച രാവുകളിൽ ചൊല്ലിവരുന്ന അതിമഹത്തായ ഫത്താഹി എന്ന ഇസ്മു, അതിൻ്റെ അദദിൽ 71 തവണ വീതം ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. ഈ ഒരു ഇസ്മു, അല്ലാഹുവിൻ്റെ മഹത്തായ ഫത്താഹ്, എല്ലാ വിജയങ്ങളുടെ നിധിക്കട്ടകൾ തുറന്നു തരുന്ന അല്ലാഹു എന്ന മഹത്തായ ഈ ഒരു ഇസ്മു ചൊല്ലിയാൽ അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കും. എല്ലാ വിജയങ്ങളുടെ വഴികൾ അല്ലാഹു അവന്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കും. വരുമാന മാർഗങ്ങൾ നാൾക്ക് നാൾ അല്ലാഹു തആല സുതാര്യപ്പെടുത്തി മെച്ചപ്പെടുത്തി അല്ലാഹു തആല അവന് ഇസ്സത്തുള്ള ജീവിതം കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റാണ് ഫത്താഹ് എന്ന ഇസ്മു. കൊണ്ട് എല്ലാവരും കൂടെ 71 തവണ ആ ഒരു ആദദിൽ ഏറ്റുചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഫത്താഹു യാ അല്ലാഹ്, 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 يا فتاح يا الله، 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 يا فتاح يا الله،
يا فتاح يا الله 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 അല്ലാഹുവേ നിന്റെ ഫത്താഹ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനെ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ. നാം ചെയ്യുന്ന ആരാധനകളെല്ലാം ഇഖ്ലാസ് ഉള്ളതാക്കണം റഹ്മാനെ. ഇസ്സത്തുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ നല്ല വീട് നൽകണം റഹ്മാനെ. സന്താനമില്ലാത്തവർക്ക് നീ സന്താനം നൽകണം റഹ്മാനെ. എല്ലാവിധ ഖൈറിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരണം റഹ്മാനെ. എല്ലാവരും കൂടെ ആയത്ത് സ്വലാത്ത് 11 തവണ വീതമായിട്ട് ചൊല്ലണം. തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹബ്ബത്ത് നമുക്ക് ലഭിക്കണം. അവിടുത്തെ പൂമുഖ നമുക്ക് ഉറക്കിലും ഉണർവിലും കാണണം. നമുക്ക് ദുനിയാവും ആഖിറവും വിജയിച്ചു കിട്ടണം എന്നെല്ലാം ലക്ഷ്യത്തിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലണം. അത്രയും അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ് ആയത്ത് സ്വലാത്ത്. ഉദ്ദേശങ്ങൾ തീ വിറകിന് ഏത് രൂപത്തിൽ കത്തിച്ചു തീർക്കുവോ അതേ രൂപത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കി തരുന്ന ഒരു സ്വലാത്താണ് ആയത്ത് സ്വലാത്ത്. അതിനാണ് ഈ സ്വലാത്തിന് നാർ തീ എന്ന് അർത്ഥം മഹാന്മാർ ഈ സ്വലാത്തിന് കൊടുത്തത്. അത്രയും അത്ഭുത നിറഞ്ഞൊരു സ്വലാത്താണ്. എല്ലാവരും കൂടെ 11 തവണ വീതം നല്ല ഇഖ്ലാസോട് കൂടെ തന്നെ ചൊല്ലണം. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നാം ചൊല്ലിയ നാരിയത്തു സ്വലാത്തും അദ്കാറുകളെല്ലാം ഇസ്തിഗ്ഫാറുകളെല്ലാം സ്വീകരിച്ച് ചൊല്ലിയ ആ ദിക്റുകളുടെ സ്വലാത്തുകളുടെ
മിസ്ല തവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഉമ്മാമ്മമാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാർ അല്ലാഹ് പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്കും ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്കും ഷെയ്ഖുനാ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും റബ്ബേ സർവ്വ മഹാന്മാർ ഉസ്താദന്മാർ മശായിഖന്മാരുടെ ഹദറാത്തുകളിലേക്ക് ഇതിനെ സവാബിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസിൽ നമ്മുടെ കൂടെ ദിക്റുകൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ചൊല്ലുന്ന ഓരോ മുഅ്മിനാത്തുകൾ അല്ലാഹു അവരുടെ കുടുംബാദികളിലേക്കും അവരുടെ കുടുംബത്തിൽ ആരൊക്കെയോ മരിച്ചുപോയോ അവരുടെ ഹദറാത്തുകളിലേക്ക് ഇതിനെ തവാബെത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവർക്കുള്ള ദറജ നീ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കണം റഹ്മാനെ. നമ്മുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. അവരുടെ നോട്ടമുള്ള അവരുടെ ഹിഫ്ളുള്ള ജീവിതം നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا الله പടച്ച റബ്ബേ, തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സർവ്വ മഹാന്മാർ, പ്രത്യേകിച്ച് എണ്ണി പറഞ്ഞ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠ അനുജന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മജ്ലിസിൽ നിരന്തരം കൂടുന്ന ഒരുപാട് മുഅ്മിനാത്തുകളും അവരുടെ ദോഷങ്ങളെല്ലാം നീ പൊറുത്തു തരണമല്ലോ. നമ്മുടെയും അവരുടെയും ദോഷങ്ങളെല്ലാം നീ പൊരുത്തപ്പെടണം റഹ്മാനെ. നീ മാപ്പ് ചെയ്യണമല്ലോ, നീ അഫു ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ബറക്കത്തുള്ള ജീവിതം നൽകണമല്ലോ. നീ തന്ന സർവ്വതിലും നമുക്ക് നീ ബറക്കത്തും ഐശ്വര്യം അഭിവൃദ്ധി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഖൈറായ ജീവിതം നൽകണമല്ലോ, സലീമായ കൽബ് നൽകണമല്ലോ, നല്ല സൽസ്വഭാവികളാക്കണമല്ലോ. എല്ലാ ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് എടുത്തു കളയണം റഹ്മാനെ. ഹുസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. ചെയ്യുന്ന ആരാധനകളെല്ലാം, ദിക്റുകളെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്. ഇഖ്ലാസോടെ നിന്നെ മുറ പോലെ ചെയ്യാനുമുള്ള ഇഖ്ലാസ് നൽകണമല്ല, ഭക്തി നൽകണമല്ല. അല്ലാഹുവേ, തഖ്വ നൽകണമല്ല. اللهم آت نفسي اللهم آت أنفسنا تقواها. അല്ലാഹുവേ, നമ്മുടെ നഫ്സുകൾക്ക് അതിൻ്റെതായ തഖ്വ നൽകണമല്ല. ഏത് സമയത്തും, ഏത് സാഹചര്യത്തും, ഏത് സ്ഥലത്ത് വെച്ചും നിന്നെ പേടിച്ച് ജീവിക്കുന്നൊരു ജീവിതം നൽകണമല്ല. തഖ്വ എവിടെയും നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. ഹറാമ് കാണുമ്പോൾ കണ്ണ് ചിമ്മാനും, ഹറാമ് കേൾക്കുമ്പോൾ ചെവി പൂട്ടാനും, ഹറാമ് ഭക്ഷിക്കാതെ, ഹറാമിലേക്ക് നടക്കാതെ, ഹറാമ് സ്പർശിക്കാതെ നല്ല ജീവിതം നൽകണമല്ലോ. ഹബീബായ തങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന നല്ല ജീവിതം നൽകണമല്ലോ. അവിടുത്തെ നല്ല രൂപത്തിൽ, അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ, സലാമുകൾ ചെല്ലാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. ആയിരക്കണക്കിന് സ്വലാത്തുകൾ ഓരോ നാളുകളും തീർത്ത് വെള്ളിയാഴ്ച രാവാകുമ്പോൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലി 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 ആ സ്വലാത്തിലായി ഒന്ന് കിടന്നുറങ്ങാനും, അവർക്കുള്ള ഹബീബായ തങ്ങളെ ദർശിക്കാനും, അവിടുത്തെ കൈ ചുംബിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്ന്. അല്ലാഹുവേ, അലങ്കുന്ന വജ്ഹൊന്ന് കണ്ടൊന്ന് നിൽക്കാൻ ഭാഗ്യം നൽകണം.
അല്ലാഹുവേ അവിടുത്തെ ഭൂമുഖം നമുക്ക് പലതവണ ഉറക്കിലും ഉണർവിലും നീ കാണിക്കണം റഹ്മാനെ. നീ കാണിക്കണമല്ലോ. ഞങ്ങൾക്ക് നന്നാവാനുള്ളൊരു പരിഹാര മാർഗം അത് മാത്രമാണ്. അവിടുത്തെ ഭൂമുഖം ഒന്ന് കാണുക എന്നുള്ളതാണ് റബ്ബേ. അല്ലാഹു അതിനെ പറ്റിയ ജീവിതം നൽകണമല്ലോ. ഹറാമുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും എടുത്തു കളയാനും നല്ലത് മാത്രം ചെയ്ത് ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നാം ഹറാമ് കാണുമ്പോൾ, ഹറാമ് ചെയ്യുമ്പോൾ, ഹറാമ് പ്രവർത്തിക്കുമ്പോൾ തങ്ങളത് കണ്ട് വേദനിക്കുന്നുവല്ലോ റബ്ബേ. അല്ലാഹുവേ, അവിടുത്തെ വേദനിപ്പിക്കാതെ നോവിക്കാതെ നമുക്ക് സന്തോഷങ്ങൾ മാത്രം ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്ത് ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനേ. അല്ലാഹുവേ, അതിനെ പറ്റിയ നല്ല ജീവിതം നൽകണം റഹ്മാനേ. അല്ലാഹ്, നമ്മുടെ ആയുഷ്കാലത്ത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ പാവികളായ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. പാവികളായ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. അവിടുത്തെ പരിശുദ്ധ മദീനയിൽ ചെല്ലാനും അവിടെ ചെന്ന് ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലി 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 ഒടുവിൽ അവിടുത്തെ പരിശുദ്ധമായ വജ്ഹൊന്ന് അവിടെ വെച്ച് യഖ്ളത്തിൽ തന്നെ കാണാനും ആ പരിശുദ്ധ വജ്ഹൊന്നു കണ്ട് അല്ലാഹ് നമ്മുടെ അന്തിമ ശ്വാസമൊന്ന് വലിക്കാൻ അവിടെ വെച്ച് നമുക്ക് ഭാഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, ഇവിടുത്തെ പൂമുഖം കൊണ്ട് നമുക്ക് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ള അവസരം നൽകണമല്ലോ. പാപികളായി നമുക്ക് തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം എത്ര ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനും ഒരാളോടും ഒരു വിഷയത്തിലും യാചിക്കാതെ ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ലോ. നമുക്കെല്ലാം നല്ല വീടും വാഹനം നൽകണം റഹ്മാൻ. അല്ലാഹുവേ, ഇവിടെല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനാത്തുകൾ നമ്മുടെ മജ്ലിസിൽ നിരന്തരം കൂടി സ്വലാത്തും ദിക്റുകൾ ചൊല്ലുന്നവരിലുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്. റബ്ബേ, ഖൈറായ നല്ല വീട് നൽകണമല്ലോ. ബറക്കത്തുള്ള ഐശ്വര്യമുള്ള അഭിമാനമുള്ള അന്തസ്സുള്ള നല്ലൊരു വീട് നൽകണമല്ലോ. നല്ലൊരു വാഹനം നൽകണം റഹ്മാൻ. നിന്നെ മറക്കാത്ത രൂപത്തിലുള്ള ഐശ്വര്യമുള്ള ഇസ്സത്തുള്ള അന്തസ്സുള്ള നല്ല ജീവിതം നൽകണമല്ലോ. അല്ലാഹുവേ, കടങ്ങളെല്ലാം കൊടുത്തു വീട്ടാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ലോ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. കൺകുളിർമയാകുന്ന നല്ല മക്കളെ നൽകണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ലഭിക്കുന്ന നല്ല മക്കളെ നൽകണമല്ലോ. ഹറാമ് കാണുന്ന മക്കളാക്കല്ലയല്ല. തന്ന മക്കളെ നീ ഹറാമിൽ പെടുത്തിരല്ലയല്ല. ഹറാമ് കാണുന്നവരോ ഹറാമ് ചെയ്യുന്നവരോ ആക്കല്ലയല്ല. അല്ലാഹുവേ, നമ്മുടെ മക്കളെ നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മക്കളെ സലാമത്താക്കണം റഹ്മാനെ. സാഹചര്യം വല്ലാത്ത ഗുരുതരമാണ് റബ്ബേ. അല്ലാഹുവേ, ഫോണിലൂടെ തന്നെ നമ്മുടെ മക്കൾ കേടാവുകയാണ് റബ്ബേ. നമ്മളെ മക്കളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. മുത്തായ തങ്ങളോടുള്ള ഹബ്ബ് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാൻ. ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാൻ. അവിടുത്തെ മുഹബ്ബത്തിലായി നമുക്കുള്ള മക്കൾക്കും ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ മക്കളുടെ എക്സാം എടുക്കുകയാണ് റബ്ബേ. നീ നല്ല വിജയം നൽകണമല്ലോ. ഉന്നത വിജയം നൽകണമല്ലോ. ഖൈറായ നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. മാതാപിതാക്കൾക്കും പഠിപ്പിച്ച ടീച്ചേഴ്സ്മാർക്കും അത് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി എത്രയോ യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിരന്തരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുമുണ്ട്. അല്ലാഹ്, പാവങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അപകട മരണങ്ങൾ, ദുരന്ത മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. ക്യാൻസറാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് ചെയ്തവരുണ്ട്. മറ്റു പല രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്.
നീ അജിലായ ശിഫ നൽകണമല്ല, പരിപൂർണമായ ശിഫ നൽകണമല്ല. അല്ലാഹുവേ പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ ശരീരത്ത് വല്ല രോഗാണുക്കൾ മുളച്ചു വരുന്നുണ്ടെങ്കിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ നശിപ്പിച്ച് കളയണമല്ലോ. അത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് തുടച്ചു മാറ്റണം റഹ്മാനെ, തുടച്ചു മാറ്റണം റഹ്മാനെ. നീ തുടച്ചു മാറ്റണമല്ലോ, ഞങ്ങളെ നന്നാക്കണമല്ലോ, നന്നാക്കണമല്ലോ. സലീമായ കൽബ് നൽകണമല്ലോ. തഖ്വയുള്ള നിന്നെ പേടിച്ച് നടക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. നീ ചേർക്കണം റഹ്മാനെ, നീ ചേർക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على